കണ്ടു എന്ന് കരുതി നിർമ്മിച്ചുകൊണ്ടിരുന്നില്ലല്ലോ. എൻ്റെ അമ്മേ ഒരു വഴി കാട്ടിത്തരണം എന്ന പ്രാർത്ഥനയുടെ അല്ലേ അപേക്ഷിച്ചിട്ടുണ്ട് എന്നോടല്ലേ. അത് ഉപേക്ഷ കൂടാതെ ഇടതക്കവണ്ണം സത്യമായ അനുഭവം തൻ്റെ ആഗ്രഹം പോലുള്ള ഫലത്തെ ഞാൻ കാട്ടി തന്ന പോലെ മനോധൈര്യമുണ്ടല്ലോ. അമ്മയുണ്ട് കൂടെ. ജനങ്ങളെ ആർത്തുകൊണ്ട് എടുത്തുവല്ലേ അങ്ങനെ കുട്ടികളാണല്ലോ അല്ലേ അനേകവനെ വാത്സല്യത്തോടുകൂടി നീ സംരക്ഷിച്ചു. മറ്റാരും ഇല്ലല്ലോ. കുട്ടികൾക്ക് ക്ഷീണം വരുമ്പോൾ മാതാവിന് സഹിക്കില്ല അല്ലേ. എൻ്റെ അമ്മേ അനവരതമായ എൻ്റെ സമ്പത്ത് എൻ്റെ കുട്ടികൾ തന്നെ ആണല്ലോ. ഇങ്ങനെ വരെയുള്ള അഭിമാനത്തിനും ഐശ്വര്യത്തിനും ഒരു തായി തക്കവണ്ണം ഞാൻ തന്നെ കാത്തുരക്ഷിക്കുന്നു. അവിടെ അതെ ചിന്തിച്ചു ജീവിതാധാരമായിട്ട് വെള്ളാരക്കും വെള്ളകുതിരക്കും സമൂഹത്തിരിക്കുന്ന നഹുണിമാരെല്ലാം സ്വർഗാരോപണം പ്രാപിച്ചാൽ ഇന്ന് ഇത്തലത്ത് പുരോഹിതരായ ആചാര്യരായ എൻ്റെ ഗുരുവായിരിക്കുന്ന ആ പൊടി തന്നെ ആണല്ലോ അല്ലേ. എൻ്റെ ജീവിതാധാരമായിട്ട് ഇന്നലെ മുന്നം കാലങ്ങളിൽ ആർത്തും കൊണ്ട് എടുത്തിട്ടുണ്ടല്ലോ. ഓർത്തും കൊണ്ട് കുട്ടികളെ ആദ്യത്തക്ക വണ്ണം എന്താ അമ്മേ ഇരിക്കുന്ന നിത്യമായിരിക്കുന്ന വിളിയുണ്ടല്ലോ. പെറ്റ മാതാവിനെ കഴിച്ചാൽ പോറ്റിക്കൊണ്ടുള്ള അച്ഛയായിട്ട് എൻ്റെ അറിവാടിനകത്ത് എൻ്റെ ഇരിഞ്ഞ വാറപ്പുറത്തുമായിട്ട് എനിക്കുള്ള ആരാധന പോലെ ഇസ്ഥലത്തും വിട്ടു കുറവൊന്നും ഇല്ലല്ലോ. ആ പരബ്രഹ്മത്തിൻ്റെ അടിമുടി കണ്ടവരാരുമില്ല. എങ്കിലും ജ്ഞാനികളായ നിങ്ങൾ എൻ്റെ വാദോഹാരത്തിങ്ങൾ അർപ്പണബുദ്ധിയോടും മനോഭാവത്തോടും കൂടെ കർമ്മം ചെയ്തിട്ടുണ്ട്. അതിനുതകുന്ന ഭാഗ്യങ്ങൾ എൻ്റെ അമ്മ തരണം. ദേഹത്തിലെ രോഗം തീർക്കണം, മനസ്സിലെ ദുഃഖത്തെ തീർത്ത് അന്യൻ്റെ കോന്തല പിടിക്കാതെ ഒരു താഴെയിടത്തക്ക വണ്ണം എൻ്റെ അമ്മ കാത്തുരക്ഷിച്ചിട്ടുണ്ട്. അത് ഇന്നവരുണ്ട്, ഇനി നാളെയും അത് ഞാൻ പ്രദാനം ചെയ്താൽ പോരെ. അവിടെ എൻ്റെ കുട്ടികളും അത് ഇപ്പോൾ എൻ്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. തറവാട്ടിൽ കുറേ ധാരാളം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. അതെല്ലാം അതിനൊരു അവരവർക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ളൊരു വഴി കാണിച്ചു കൊടുക്കണം മാത്രമല്ല. അവിടെ കുടുംബൈശ്വര്യത്തിന് വേണ്ടിയാണ് യാഗം ചെയ്യുന്നത്. അതിനുവേണ്ടി ഇതെല്ലാം ചെയ്തത്, ഇത് മുഴുവൻ ചെയ്തത് അതിന് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി പ്രകാരം ഐശ്വര്യപൂരിതമായിരിക്കുന്ന ഫലത്തെ എൻ്റെ അമ്മ തന്നെ എൻ്റെ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കണം. എന്നാലല്ലേ നാളെ അഭിവൃദ്ധി ഉണ്ടാകും. അതിലൊതുങ്ങുന്ന പ്രാപ്തമായ സമ്പത്ത് ആ കുട്ടികൾക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ പോരെ. ഒരാണ്ട് തിരിഞ്ഞ് ഒരു കൊല്ലം കണ്ടു തിരിഞ്ഞിരിക്കുന്നൊരു ബന്ധമല്ലല്ലോ. നിത്യമായ എൻ്റെ അകമ്പടിയുടെ മാനസത്തിനകത്തും ഞാൻ വാസം ചെയ്യുന്നുണ്ട്. എന്നെ ബോധിക്കുന്നില്ലേ. അറിഞ്ഞ വണ്ണം എൻ്റെ അകമ്പടിയുടെ മൊഴി ഞാൻ കേട്ടു. അതിനുതകുന്ന പ്രാപ്തമായിരിക്കുന്ന രക്ഷയും ഐശ്വര്യവും ഞാൻ പ്രദാനം ചെയ്താൽ പോരെ.